കർത്താവെ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. ഇപ്പോഴ് ലോകം മുഴുവനും ആയിരക്കണക്കിന് മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ട്. അമ്മയെ, പരിശുദ്ധമ്മ, ദേവമാതാവേ, ഞാൻ എൻ്റെ ജനങ്ങളെ സന്ദർശിക്കുമെന്ന് അളിച്ചത് വാഗ്ദാനം നിറവേറ്റിക്കൊണ്ട് ഈ സമയം എല്ലാവരുടെയും ഭവനങ്ങളെ നീ സന്ദർശിക്കണം പ്രാർത്ഥിക്കുന്നു. അമ്മ സന്ദർശിക്കുമ്പോൾ മഴവില്ലായും സുഗന്ധാഭിഷേകമായും ഒത്തിരി പേർ ഉടമ്പടി സാക്ഷ്യം പറയാറുണ്ട്. പല ആൾക്കാരും സാക്ഷ്യങ്ങൾ എന്തെങ്കിലും ഒരു അടയാളം കാണിക്കണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അടയാളം കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സുവിശേഷത്തിൻ്റെ കൈമാറ്റക്കാരാക്കി മാറിനെ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. സഭയുടെ അധികാരത്തിൽ പ്രാർത്ഥിക്കുന്നു. കുരിശിൻ്റെ അടയാളത്തിൽ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ശക്തി നിങ്ങളുടെ സന്ധിബന്ധങ്ങൾ നിറയട്ടെ. ദൈവത്തിൻ്റെ ശക്തി നിങ്ങളുടെ മാംസപേശികൾ നിറയട്ടെ. ദൈവത്തിൻ്റെ ശക്തി നിങ്ങളുടെ രക്തഞരമ്പുകൾ നിറയട്ടെ. ദൈവത്തിൻ്റെ ശക്തി ഉച്ചമുതൽ ഉള്ളംകാല് വരെ നിറയട്ടെ. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ ആന്തരിക അവയവങ്ങളുടെ രോഗങ്ങൾ, സിസ്റ്റുകൾ, അതുപോലെ ഉണ്ടാകുന്ന പലതരത്തിലുള്ള മുഴകൾ കർത്താവിൻ്റെ നാമത്തിൽ വിശുദ്ധമായ രക്തത്തെ കഴുകി മാറ്റപ്പെടട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ ജീവിക്കാൻ വേണ്ടിയുള്ള മാർഗത്തിന് കർത്താവെ, തടി തളർന്ന് ജോലി ചെയ്തിട്ടും കർത്താവെ ജീവിക്കാനുള്ള ആസ്തിപത്രയില്ലാത്ത, സ്വന്തമായിട്ട് വീട് കിട്ടാത്തവരുണ്ട്. അതുപോലെ തന്നെ ഒത്തിരിയേറെ പ്രാവശ്യങ്ങളുടെ ജോലി പല പരീക്ഷകൾ എഴുതിയിട്ടും കർത്താവെ ഇപ്പോഴും കരകയറാത്ത മക്കളുണ്ട്. അവിടെ വയസ്സ് മാറി, വയസ്സ് കൂടി ഇപ്പോൾ ഒരിടത്ത് എത്തിയില്ല എന്നും പറഞ്ഞ് ആദ്യ കൊള്ളുന്ന ഒത്തിരി മക്കളുണ്ട്. അവിടെ പരീക്ഷകൾ കർത്താവ് ഇത് അവസാനത്തെ അറ്റംപ്റ്റായി മാറാൻ അവിടെ കഴിവ് ഇനി പറ്റത്തില്ലെന്ന് ഈശോയ്ക്ക് മനസ്സിലായില്ലേ. അപ്പോൾ ഇനി അങ്ങയുടെ കൃപ കൊണ്ട്, ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് അവരുടെ എല്ലാ അയോഗ്യതകളും ദൈവനാമത്തിൽ നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ കരയിലും കടലിലും ഞാൻ അർപ്പിച്ച പല സുവിശേഷ വേലകളുടെ ശുശ്രൂഷകളുടെയും അടിസ്ഥാനത്തിൽ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ നിങ്ങളെ ആവശ്യിക്കട്ടെ. നിങ്ങളുടെ ഭവനരഹിതരായിട്ടുള്ള മക്കളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ജോലി രഹിതരായിട്ടുള്ള മക്കളോട് പ്രാർത്ഥിക്കുന്നു. ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിക്ക് മേൽഗതി ഇല്ലാത്തവരുണ്ട്. കർത്താവ് പല ജോലികൾ, ചെറിയ ജോലികളും സ്വന്തമായിട്ട് സ്വയം പ്രേരകമായിട്ടുള്ള സംരംഭങ്ങൾ, ബ്യൂട്ടി പാർലർ നടത്തുന്നവരുണ്ട്. അങ്ങനെ ഓരോരോ ആടുമാടുകളെ വളർത്തുന്നവരുണ്ട്, പശുവിനെ വളർത്തുന്ന, എരുമകളെ വളർത്തുന്നവരുണ്ട്, ചെറിയ തോട്ടങ്ങൾ വളർത്തുന്നവരുണ്ട്, പൂക്കച്ചവടക്കാരുണ്ട്. കർത്താവെ, അങ്ങനെ പൂക്കൾ നട്ട് വളർത്തുന്നവരുണ്ട്. അതൊരു ജീവിത മാർഗമായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട്. കർത്താവ്, ചെറിയ വരുമാനക്കാരാണെങ്കിൽ കർത്താവ് അവർക്ക് എവിടെയെങ്കിലും അല്പം തെറ്റിയാൽ മൊത്തം തെറ്റിപ്പോവും, അവർ വലിയ കടത്തിലാവും. കർത്താവെ, നീ അവരെ പൊതിഞ്ഞ് പിടിക്കണമേ. കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന കർത്താവെ,